ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രിവാൻഡ്രം സ്റ്റൈല് ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഒരു തേങ്ങ ഫുള്ള് ഇട്ടിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു 1/4 ഭാഗത്തോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 5 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ നമ്മുടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുള്ളി കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ട് അതിൻ്റെ വെള്ളവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരല്പം ഉലുവ, വറുത്ത ഉലുവയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉലുവേൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച മിക്സി ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളി കട്ട് ചെയ്തതും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 പച്ചമുളകാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ 2 or 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നന്നായിട്ട് അത്യാവശ്യം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഫിഷ് പീസസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇന്നിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അയല മീനാട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് മീനും ഇതുപോലെ കറിയാക്കിയിട്ട് എടുക്കാവുന്നതാട്ടോ. അപ്പോൾ അയല മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ മീൻ പൊടിയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു സിലിക്കണിൻ്റെ സ്പൂൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. മീൻ പൊടിയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇളക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി ഇതൊന്ന് തിളപ്പിക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മീൻ പൊടിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരു 3-4 വട്ടം ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ മാങ്ങയോ പുളിഞ്ചിക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാട്ടോ. പിന്നെ മുരിങ്ങയ്ക്ക ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇടാണ്ട് സാധാ രീതിയിൽ തക്കാളി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാട്ടോ. ഇത് നന്നായി തിളച്ചൊക്കെ വരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നത് വരെയും ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആട്ടോ. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ തന്നെ കറി വെച്ചിട്ട് എടുക്കാവുന്നതാട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം സ്റ്റൈൽ ഈ ഒരു ഫിഷ് കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരിക്കും ബൈ, അസ്സലാമു അലൈക്കും ആൻഡ് ടേക്ക് കെയർ.